എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് 15-ാമത്തെയാണ്. അതിന് സ്വാമി മുക്താനന്ദ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ സ്പോണ്ടേനിയസ് യോഗിക് മൂവ്മെൻറ്റ്സ്. സ്പോണ്ടേനിയസ് യോഗിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ സ്വയം തന്നെത്താനെ വരുന്നത്. അപ്പം ഇതിൽ നേരത്തെ അദ്ദേഹം കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല മുദ്രാസും ബന്ധാസും ഒക്കെ വരുന്നെന്ന്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടാണ് ഈ 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയതാണ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുവഴി നമുക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഹഠയോഗയിലുള്ള യോഗിക് മൂവ്മെൻറ്റ്സ് അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിൽ എങ്ങനെ തന്നെത്താനെ ഇദ്ദേഹത്തിൻ്റെ ദേഹം നടത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളും കുറേശ്ശെ നോക്കാം. ഇപ്പം ഇത് കുണ്ടലിനി ശക്തിയാണ് അങ്ങനെ ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ വന്നേ എന്നൊക്കെ മനസ്സിലാക്കിയെടുത്തേ പിന്നീടും. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ഈ കുണ്ടലിനി ശക്തിയെ തൂണ്ടിവിട്ടത്, അവേക്കൻ ചെയ്തതും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ ഇദ്ദേഹം പല പുസ്തകത്തിൽ നിന്നുമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ പിന്നീട് ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഓരോ ദിവസവും നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെഡിറ്റേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൽ അദ്ദേഹത്തിന് പറയുന്നത് ഇത് ഡിവൈൻ ശക്തിപാത്ത്, അതായത് ഡിവൈൻ ശക്തിപാത്ത് എന്ന് വെച്ചാൽ ഈ സിദ്ധലോകത്തിൽ യോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു പാതയാണ്, ഒരു വഴിയാണത്. അപ്പോൾ അതിൽ കൂടെ ഈ ഉള്ള ആഗ്രഹങ്ങളെല്ലാം അങ്ങ് കത്തിപ്പോകും, ബേണിങ് ഡിസയർ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ആഗ്രഹങ്ങളെല്ലാം കത്തിപ്പോയി ഒറ്റ ഒരു ആഗ്രഹമേ ബാക്കി നിൽക്കത്തുള്ളൂ. അതെന്തുവാ? ദൈവത്തിനെ കാണാൻ. അതായത് ദൈവത്തിനെ കാണാനും ദൈവത്തിനെ അറിയാനും അല്ലെങ്കിൽ ദൈവത്തിനോട് പോയി അലിഞ്ഞു ചേരാനുമുള്ള ഒറ്റ ആഗ്രഹമേ മനസ്സിൽ നിൽക്കത്തുള്ളൂ. ബാക്കി എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിച്ച് കളയും നമ്മുടെ ഈ കുണ്ടലിനി ശക്തി സ്റ്റിമുലേറ്റ് ആയാൽ. അപ്പോൾ അതൊക്കെയാണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന് എന്തുവാന്ന് വെച്ചാൽ ഈ യോഗി ക്രിയാസ് ദേഹത്ത് നടന്നല്ലോ, ഈ മുദ്രാസും ബന്ധാസും ഒക്കെ വന്നപ്പം അതിനെക്കുറിച്ച് അതൊക്കെ ഈ ശക്തിപാത്തിൽ അതായത് ശക്തിപാത്ത് എന്നുള്ള സിദ്ധയോഗികളുടെ വഴിയിൽ പോകുമ്പം സഞ്ചരിക്കുമ്പം ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്ന് മാത്രം ഇദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയി. അത് ആരും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹത്തിന് ബുക്കൊന്നും വായിച്ച് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു, മനസ്സിലാക്കിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമായ കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും മനസ്സിൻ്റെ കുഴപ്പം, മനസ്സിൽ ഇത്രയും ചഞ്ചലങ്ങൾ ഉണ്ടായത്. ഇപ്പം എല്ലാം റെഡി ആയതുകൊണ്ട് അപ്പോൾ കുറേ ബുക്സുകളൊക്കെ അവിടെ വായിച്ചു. പുതിയ ഹട്ടിലിരുന്നുകൊണ്ട് കുടിലിരുന്നുകൊണ്ട് ഒരുപാട് വായിച്ചു. അതുകൊണ്ട് ഇപ്പം എല്ലാം ക്ലിയറാണ്, ഇപ്പം മനസ്സും ഹാപ്പിയാണ്. ഇപ്പം പറയുന്നത് എങ്ങനെയും 3 പ്രാവശ്യം അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യും. രാവിലെ 3 മണിക്ക് എണ്ണിക്കും, മെഡിറ്റേഷൻ ചെയ്യും. അപ്പോഴത്തേക്ക് ഈ ചുമന്ന ഓറ കാണും. പിന്നെ ആ ചുമന്ന ഓറയുടെ നടുക്ക് ഒരു ഓവൽ ഷേപ്പിൽ വെള്ള ഷേപ്പിലുള്ള ഓറ കാണും. ദാറ്റ് ഐ ഹാഡ് നോട്ട് സീൻ ബിഫോർ വുഡ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ. ഈ വെള്ള കളറിൽ ഈ പുതിയതായിട്ട്, നേരത്തെ ഈ വെള്ള കളറിൽ ഓവൽ ഷേപ്പിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് വന്ന ഉടനെ ഡിസപ്പിയറായി, അത് മാഞ്ഞുപോയി. അപ്പം ഇപ്പം അതേ ആയിരിക്കാം, പക്ഷേ വരുന്നു പോന്നു അങ്ങനെ അപ്പിയർ ഡിസപ്പിയർ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വന്നു പോയി ഇരിക്കുന്നു. അതുമാത്രമല്ല, ചിലപ്പം ആ ചുമന്ന ഓറ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ പല മാറ്റങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിൽ കാഴ്ചകളായിട്ട് കാണുന്നുണ്ട്. ഈ കാഴ്ചകൾ എന്ന് പറയുമ്പോഴേ അത് വന്ന് പോകുന്നതാണ്. ഈ നമ്മുടെ ഈ സിനിമ കാണുമ്പം ഓരോ ഫിലിമായിട്ടാണ് അത് മൂവ് ആകുന്നത്. അത് അത്രയും ഫാസ്റ്റാണ് മൂവ് ആകുന്നതുകൊണ്ട് നമുക്കൊരു സീൻ പോലെ, അങ്ങനെ സിനിമ ഓടുന്ന പോലെ കാണുന്നു. അതുപോലെയാണ് ഇദ്ദേഹത്തിന് മെഡിറ്റേഷനിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഗുരുവിനെ ധ്യാനിച്ച് ഇരിക്കുമ്പം തന്നെത്താനെ 3 ബന്ധാസും ഓട്ടോമാറ്റിക്കായിട്ട്, അതാണ് സ്പോണ്ടേനിയസ്,
അതായത് അദ്ദേഹം ഒന്നും ശ്രമിക്കാതെ അദ്ദേഹത്തിന് അതൊക്കെ ദേഹത്തിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെയാ? മൂലബന്ധം. മൂലബന്ധം എന്ന് പറയുന്നത് എന്തുവാ? അതായത് ഇത് ജസ്റ്റ് ഇതിൽ പകുതി കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാം. പക്ഷേ ഇതൊക്കെ കേട്ടോണ്ട് സ്വയമായിട്ട് ആരും ചെയ്യാൻ നോക്കരുത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഗുരുമുഖം പഠിച്ചിട്ടേ ചെയ്യാവൂ. നമ്മളായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഈ ക്രിയ എന്ന് ഇദ്ദേഹം പറയുന്നത് ഈ മൂലബന്ധ വരുന്നു. ഈ മൂലബന്ധം എന്ന് പറയുന്നത്, ബന്ധമെന്ന് വെച്ചാൽ കെട്ടി പിടിക്കുന്നു. അപ്പം ഈ മൂലബന്ധം എന്ന് പറയുന്നത് ആസനവായിനെ നമ്മൾ ചുരുക്കി മേലിലോട്ട് പോക്കണം. അതാണ് ഈ മൂലബന്ധം. അങ്ങനെയാണ് മൂലബന്ധം ചെയ്യുന്നത്. അപ്പം ഈ മൂലബന്ധം ചെയ്യുമ്പം ഈ അപാന വായു ഇല്ലയോ, ഞാൻ 5 രീതിയിൽ 5 വായുക്കളിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. ഈ ബന്ധാസ് നമ്മുടെ ദേഹത്ത് വരുമ്പം നമ്മൾ ചെയ്യുമ്പം അതിനുള്ള പ്രയോജനം എന്തുവാന്ന് ഇദ്ദേഹത്തിന് ഇപ്പം ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കി. അതാണ് ഇവിടെ നമുക്ക് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ മൂലബന്ധം ചെയ്യുമ്പം അപാന വായു ഇല്ലയോ, പ്രാണൻ അപാനൻ. ഈ അപാന എന്നുള്ള വായു ഈസ് ഡ്രോൺ അപ്വേർഡ്സ്. അതായത് ഈ പ്രാണൻ എന്ന് പറയുന്നത് പ്രാണവായു. പ്രാണൻ എന്ന് പറയുന്നത് ദേഹം മുഴുക്കെ കടന്ന് ഓടുന്നതാണ്. ഈ ഓക്സിജൻ മാത്രമല്ല, അല്ലാതെ ഈ പ്രപഞ്ച ശക്തി പൊതിഞ്ഞ ഒരു കാറ്റാണ് ഈ പ്രാണൻ. അതിൽ ഓക്സിജൻ എന്ന് പറയുന്നത് O2 എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗം. അല്ലാതെ അതിനകത്ത് ഉഷ്ണക്കാറ്റുണ്ട്, ഗാന്ധ കാറ്റുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കലർന്നതാണ് ഈ കോസ്മിക് എനർജി എന്ന് പറയുന്നത്. ഈ കോസ്മിക് എനർജി എന്ന് പറയുന്നതാണ് നമുക്ക് ആകാശത്തുനിന്ന് വരുന്നത്, കോസ്മോസിൽ നിന്ന് വരുന്നത്. ഓക്കെ. അപ്പം ഈ പ്രാണവായു ദേഹം മുഴുക്കെ കടന്ന് ഓടും. ഈ അപാനവായു എന്ന് പറയുന്നത് താഴോട്ട് തള്ളുന്ന വായുവാണ്. താഴോട്ട് തള്ളുന്നതെന്ന് വെച്ചാൽ മലം മൂത്രമൊക്കെ പോകാൻ സഹായിക്കുന്നതാണ് ഈ അപാനവായു. അപ്പം മലം പോകാതെ കെട്ടി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ അപാനവായു നേരെ ചൊവ്വേ ജോലി ചെയ്യുന്നില്ല ദേഹത്ത്, അതിൻ്റെ ജോലി നടക്കുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പം ഈ മൂലബന്ധം ചെയ്യുമ്പം ഈ അപാനവായു താഴോട്ട് പോകാതെ അതിനെ മേളിലോട്ട് കൊണ്ടുപോകുന്ന ഇതാണ് ഈ മൂലബന്ധം ചെയ്യുമ്പോൾ നടക്കുന്നത്. അതായത് ഇപ്പം മൂലബന്ധം ചെയ്യുമ്പോൾ എല്ലാവർക്കും ശോധന വരുമോ എന്ന് ചോദിച്ചാൽ അതല്ല, അങ്ങനെ വരത്തില്ല. അതായത് വെറുതെ താഴോട്ട് പോകുന്ന ഗ്യാസിനെ നമ്മൾ മേളിലോട്ട് മാറ്റുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മളുടെ എനർജി, ശക്തിയെ എത്രത്തോളം മേളിൽ കയറ്റാൻ പറ്റുമോ അത്രയും തോളം മേളിൽ കയറ്റണം. അതാണ് നമ്മുടെ യോഗയുടെയും മെഡിറ്റേഷൻ്റെയൊക്കെ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത്. എനർജിയെ വേസ്റ്റാക്കാൻ പാടില്ല. അതുമാത്രമല്ല, എനർജി അവിടെ ഇവിടെ കെട്ടി നിൽക്കാതെ, അവിടെ ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടാക്കാതെ അതിനെ ഫ്രീ ഫ്ലോ ആയിട്ട് ചെയ്ത് അതിനെ മേളിലോട്ട് കയറ്റുക. ഓക്കെ. അപ്പം ഈ മൂലബന്ധം ചെയ്യുമ്പോഴാണ് ഈ അപാനവായു മേളിലോട്ട് കയറ്റാനുള്ള ഒരു ഇത് വരുന്നത്. സോ ഇറ്റ് ഈക്വലൈസസ് ദ അപ്വേർഡ് ഫ്ലോയിങ് മൂവ്മെൻറ്റ് ഓഫ് ദ പ്രാണ. അപ്പം അത് പ്രാണൻ്റെ കൂടെ ചേർന്ന് മേളിലോട്ട് പോകുന്നു. ഓക്കെ എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയത്. വിത്ത് ദ ഡൗൺവേർഡ് ഫ്ലോയിങ് മൂവ്മെൻറ്റ് ഓഫ് അപാന ആൻഡ് ത്രൂ ദിസ് ഡിസ്ട്രോയ്സ് ഓൾഡ് ഏജ് ആൻഡ് സിക്നസ്. അപ്പം ഈ മൂലബന്ധം ചെയ്യുന്നവർക്ക് പല അസുഖങ്ങൾ മാറും. അതായത് മേളിൽ പോകുന്ന പ്രാണനും താഴെ പോകുന്ന അപാനനും ഒന്നിച്ച് നടക്കും. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ഈ മൂലബന്ധം ചെയ്യുന്നവർക്ക്, ഈ സാധന ചെയ്യുന്നവർക്ക് വയസ്സിൻ്റെ മൂപ്പ് അറിയത്തില്ല, അസുഖങ്ങൾ വരത്തില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ സാധക സിറ്റ്സ് ഇൻ ദ ലോട്ടസ് പോസ്ചർ. അപ്പം ഇങ്ങനെ ലോട്ടസ് പോസ്ചർ എന്ന് വെച്ചാൽ എന്തുവാ, ഈ 2 കാലും ചമണം പൊട്ടിയിരിക്കുന്നത്, പദ്മാസനത്തിനാണ് ലോട്ടസ് പോസ്ചർ എന്ന് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ ഈ പദ്മാസനത്തിലിരുന്ന് നമ്മൾ ചെയ്യുന്നത് എന്തുവാ, നമ്മുടെ സുഷുമ്നാ നാഡി വഴി നമ്മുടെ പ്രാണനെ മേളിലോട്ട് കയറ്റുക. ഓക്കെ. അതൊക്കെയാണ് ഈ സാധകൻ ചെയ്യുന്ന പല വഴികൾ.
അപ്പം ഇതിലെ ഈ ഫ്രോഗ് മൂവ്മെൻറ്റ് ഓൾസോ അക്കേഴ്സ് ഇൻ ദിസ് പൊസിഷൻ. ഈ തവള പോലെ ചില സ്ഥലത്ത് അദ്ദേഹം ഹോപ്പ് ചെയ്തു, ജമ്പ് ചെയ്തു എന്നൊക്കെ വന്നില്ലയോ നേരത്തെ, അത് ഇതിന് വേണ്ടിയാണ് എന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല ഉഡ്യാനബന്ധ, ഒന്ന് മൂലബന്ധ, അടുത്ത ഉഡ്യാനബന്ധ. ഈ ഉഡ്യാനബന്ധ എന്ന് പറയുന്നത് വയറിനെ ഉള്ളിലോട്ട് തള്ളും. അത് അങ്ങനെ ബന്ധ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കാണ്. അപ്പോൾ ഈ ഉഡ്യാനബന്ധ എന്ന് പറയുന്നത് ഈ വയറ്റിനെ ഉള്ളിലോട്ട് തള്ളുന്നതാണ് ഉഡ്യാനബന്ധ. അപ്പോൾ ഉഡ്യാനബന്ധയും ഇദ്ദേഹത്തിന് തന്നെത്താനെ നടക്കുന്നു. അതുകൊണ്ട് കിട്ടുന്ന നന്മകളെല്ലാം ഇദ്ദേഹത്തിന് കിട്ടും ചെയ്യുന്നു. ഇത് ഈ ഉഡ്യാനബന്ധയിൽ ഇറ്റ് ഈസ് ഈവൻ സെഡ് ഇൻ ദീസ് ടെക്സ്റ്റ് ദാറ്റ് വൺ ക്യാൻ കോൺകർ ഡെത്ത് ബൈ ഇറ്റ്. ഈ ഉഡ്യാനബന്ധ ചെയ്യുന്നത് കൊണ്ട് മാത്രം മരണത്തിനെ പോലും മാറ്റിവെക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല പ്രാണനെയും നാഡികളെയും ഒക്കെ ശുദ്ധം ചെയ്യും. പിന്നെ ഈ നാഡികളെല്ലാം ശുദ്ധം ചെയ്യുമ്പം നമ്മുടെ ദേഹത്ത് ഒരു ഉഷ്ണവായുവുണ്ട്. ആ ജഠരാഗ്നി എന്ന് പറയും. ജഠരാഗ്നി, ഈ ജഠരാഗ്നി നേരെ ചൊവ്വേ ജോലി ചെയ്താലേ നമുക്ക് ദഹനം നല്ലതായിട്ട് നടക്കത്തുള്ളൂ. അല്ലാതെ യോഗിക് ലാംഗ്വേജിൽ പല നന്മകളും ഉണ്ട് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജഠരാഗ്നി നല്ല ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ ഈ നാഡികളെല്ലാം ശുദ്ധമായിട്ടിരിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല മൂന്നാമത്തെ ക്രിയ എന്ന് പറയുന്നത് ജലേന്ദ്രബന്ധ. ജലേന്ദ്രബന്ധ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഈ താട വന്ന് നെഞ്ചത്ത് ഇങ്ങനെ അമർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ജലേന്ദ്രബന്ധ ഇടുമ്പോൾ എന്തോ ആകും, കാറ്റ് ഉള്ളിലും പോകത്തില്ല, ഉള്ളിലുള്ള കാറ്റ് വെളിയിലും വരത്തില്ല. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയായോഗ എന്ന് മഹാവതാർ ബാബാജിയുടെ ലീനേജിൽ പാരമ്പര്യത്തിൽ വരുന്നവർ മഹാവതാർ ബാബാജി പറഞ്ഞു തന്നത് തന്നെ ക്രിയായോഗയാണ്. ആ ക്രിയായോഗയിൽ ഈ 3 ബന്ധാസിനും വളരെ പ്രാധാന്യമുണ്ട്. അതായത് മൂലബന്ധം, ഉഡ്യാനബന്ധം, ജലേന്ദ്രബന്ധം. ഓക്കെ, അപ്പോൾ ഇത് 3ഉം ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പഠിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ഈ മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമായിട്ട് അത് തന്നെത്താനെ നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ജലേന്ദ്ര പറയുന്നത് പിന്നെ ആർ കൺസ്യൂംഡ് ബൈ ദ ഫയർ ആൻഡ് ദ നേവൽ ചക്ര ബട്ട് ദിസ് ബന്ധ സെറ്റ്സ് ഔട്ട്. അത് ഈ ബന്ധാക്കളുടെ ഉപയോഗങ്ങളൊക്കെ എന്തുവാ എന്നാണ് കുറച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 3 ബന്ധാസുവേ വളരെ ഉപയോഗകരമായിട്ടുള്ള ബന്ധാക്കളാണ്. അതുമാത്രമല്ല ഇതൊക്കെ ഈ തന്നെത്താനെ ഇങ്ങനെ നടക്കുന്ന കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രാണനും അപാനനും ബാലൻസായി. അതുമാത്രമല്ല ഈ ലോട്ടസ് പോസ്ചർ, ഈ പത്മാസന എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. ഇപ്പം പ്രായമായവർക്കൊന്നും ലേറ്റായിട്ട് പഠിക്കുന്നവർക്കൊന്നും ഈ പത്മാസനത്തിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അത് കൊച്ചിലേ കാല് വളഞ്ഞു കൊടുക്കണം, കൊച്ചിലേ പഠിച്ചാലേ ഉള്ളൂ. അപ്പം വയസ്സായവരൊക്കെ ഞാൻ ഇനി ലോട്ടസ് പോസ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇരുന്ന് കൈയും കാലും പിന്നെ പ്രയാസപ്പെട്ട് ഒന്നും ചെയ്യരുത്. ഇപ്പോഴൊക്കെ അതുമാത്രമല്ല മെഡിറ്റേഷനിൽ സുഖാസന എന്നാണ് പറയുന്നത്. ഈ സുഖാസന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ സുഖമായിട്ട് ഒരാസനത്തിലിരിക്കാൻ പറ്റുമോ ആ രീതിയിൽ അങ്ങ് ഇരിക്കുക. എന്തായിരുന്നാലും കാല് രണ്ടും മടക്കി വെച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. ചമണം പൊട്ടിയ രീതിയിലിരുന്നാലും മതി. പത്മാസന വരെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പത്മാസനയിൽ ഇരിക്കാൻ വയ്യ, അതുകൊണ്ട് ആ ആസനം എനിക്ക് വരാത്തതുകൊണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം പുതിയത് എന്നല്ല, നേരത്തെ പറയും. പണ്ടൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, പദ്മാസനത്തിലേ ഇരിക്കാവൂ. ഇപ്പോൾ പദ്മാസനത്തിൽ ഇട്ടിട്ട് പഠിക്കണം, പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞു തരത്തുള്ളൂ. അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. പദ്മാസനത്തിലിരിക്കാൻ വയ്യോ, ചമണം കാല് പൂട്ടി സുഖാസനയിൽ ഇരിക്കാം എന്ന് പറയുന്നു. അതുമാത്രം അപ്പം ഇങ്ങനെ അകത്തും ഉള്ളിൽ നമുക്കറിയാതെ ഒരുപാട് നന്മകൾ നടക്കുന്നുണ്ട്. അപ്പം അതുമാത്രമല്ല ഐ ഓൾസോ എക്സ്പീരിയൻസ്ഡ് എ മുദ്ര.
മുദ്ര എന്ന് പറയുന്നത് ഈ കൈ, ഇത് ചിന്മുദ്ര, ഇത് ചിന്മുദ്ര. അതുപോലെ ഇതാണ് ബേസിക്. അപ്പം നമ്മൾ ചുമ്മാതെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ 2 കൈയും ചിന്മുദ്രയിൽ വെച്ചാലേ മതി, കോസ്മിക് എനർജി തന്നെ താനേ അങ്ങ് വരും. അപ്പം ഈ ചിന്മുദ്ര പോലെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് മഹാമുദ്ര, മഹാബന്ധ, മഹാവേദ, വിപരീതകരണി, വജ്രോളി മുദ്ര, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് യോഗയിൽ. യോഗ പഠിച്ചവർക്ക് ഇതൊക്കെ നല്ലപോലെ മനസ്സിലാകും. അപ്പം ഇദ്ദേഹം പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നടക്കുന്നുണ്ട്. അപ്പം ഈ മഹാമുദ്ര എന്ന് പറയുന്നത് അതൊക്കെ നമുക്കിവിടെ ഇപ്പം വിവരിക്കേണ്ട കാര്യമില്ല. പക്ഷേ മഹാമുദ്ര എന്ന് പറയുന്നത് ഒരു ക്രിയായോഗയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മുഖ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പം ഈ മഹാമുദ്ര ഇടുമ്പം ഈ കുണ്ടലിനി ശക്തി സുഷുമ്നാ നാഡി വഴിയായിട്ട് പ്രാണൻ്റെ കൂടെ അങ്ങ് പോകും. പ്രാണൻ എല്ലാ സ്ഥലത്തും കിടന്ന് ഓടുന്നല്ലോ. അപ്പോൾ ഈ കുണ്ടലിനി ശക്തിയും അങ്ങനെ പ്രാണൻ്റെ കൂടെ ചേർന്ന് സുഷുമ്നാ നാഡിയിൽ സഞ്ചരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് നന്മകളുണ്ടാകും. ഇറ്റ് എയ്ഡ്സ് ഇൻ റിട്ടൻഷൻ ഓഫ് സെമൻ, അതായത് ഈ ബിന്ദു നഷ്ടപ്പെടാതിരിക്കും. പിന്നെ ദേഹം നല്ല യങ്ങായിട്ട് കാണും, മുഖത്ത് വയസ്സറിയത്തില്ല, മനസ്സ് കാമായിരിക്കും, മുഖത്തും സ്കിന്നിലുമൊക്കെ നമ്മുടെ തൊലിയിലൊക്കെ നല്ല ഒരു തിളക്കം കാണും. ഈ ജഡരാഗിനി നല്ല സ്ട്രോങ് ആകും. അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളും വളരെ അലേർട്ടാകും. ഏജിങ് ഈ സ്ലോ ഡൗൺ. അപ്പോൾ അവരെ ഈ യോഗാസനാസൊക്കെ ചെയ്യുന്നവരെ ഒരു 50 വയസ്സിലുള്ളവരെ കണ്ടാൽ 40 എന്ന് പറയും, 60 വയസ്സിലുള്ളവരെ കണ്ടാൽ 50 എന്ന് പറയും. അങ്ങനെയൊക്കെ അതുമാത്രമല്ല ഒരുപാട് അസുഖങ്ങളൊക്കെ മാറും. എന്തൊക്കെയാ, വെൺകുഷ്ഠം, പൈൽസ്, ഹെർണിയ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ മാറാനും ഈ മുദ്രാസൊക്കെ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇനി ഇദ്ദേഹം ഇങ്ങനെ വിവരിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ ഓപ്പോസിറ്റായി സെയിം ജലേന്ദ്രബന്ധ നടക്കുന്നു, മഹാബന്ധ മുദ്ര നടക്കുന്നു. അപ്പം സുഷുമ്നായ വഴിയാ പ്രാണൻ ഓടുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അപ്പം ദേഹം നല്ല സ്ട്രോങ് ആവുന്നു. പിന്നെ മഹാവേദ ബന്ധ ഇടുന്നു. പിന്നെ കുംഭകം, അതായത് നാഡിശുദ്ധി, പ്രാണായാമം, അതൊക്കെ ഇദ്ദേഹത്തിന് തന്നെത്താനെ വരുന്നു. ഈ പ്രാണായാമത്തിൽ 2 കുംഭകമുണ്ട്. ഒന്ന് ഉൾകുംഭകം, അന്തർകുംഭകം, ഇനിയൊന്ന് വെളികുംഭകം, ബെഹർ കുംഭകം. ഈ അന്തർകുംഭകത്തിനെക്കാട്ടിലും ബെഹർ കുംഭകം വളരെ സ്ട്രോങ് ആണ്, വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ വരുമ്പം ത്രൂ ദിസ് ബന്ധ ദ പ്രാണ ഗോസ് ഇൻ ടു ദ സെൻട്രൽ നെർവ് വെച്ചാൽ സുഷുമ്നാ നാഡി വഴിയാണ് പോകുന്നു. അപ്പം ഈ സുഷുമ്നാ നാഡിയിലുള്ളതാണ് 3 നോട്ട്സ് എന്ന് വെച്ചാൽ കുരുക്ക്. ഈ 3 കുരുക്കിനെക്കുറിച്ചും ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സുഷുമ്നാ നാഡിയെക്കുറിച്ച് പറഞ്ഞപ്പം തന്നെ, അതായത് ഈ ചക്രാസിനെക്ക് ഒരു ഇൻട്രഡക്ഷൻ തന്നു, ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടു. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സുഷുമ്ന, ഇട, പിങ്കള, പിന്നെ ചക്രാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ 3 കുരുക്കിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കുരുക്ക്? ബ്രഹ്മ, വിഷ്ണു, രുദ്ര. അതായത് മൂലാധാരത്തിൻ്റെ അടുത്തുള്ളതാണ് ബ്രഹ്മ കുരുക്ക്, നോട്ട്. മണിപൂരകത്തിൻ്റെ അടുത്തുള്ളതാണ് വിഷ്ണു ഗ്രന്ഥി. അതിനെ ശരിക്കും പറഞ്ഞാൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, കുരുക്ക് എന്ന് പറഞ്ഞാൽ മലയാളം, സാൻസ്ക്രിറ്റിൽ ഗ്രന്ഥി എന്ന് പറയും. അപ്പം വിഷ്ണു ഗ്രന്ഥി. പിന്നെ രുദ്രഗ്രന്ഥി, ആജ്ഞാചക്രയുടെ അടുത്തിരിക്കുന്നതാണ് രുദ്രഗ്രന്ഥി. അപ്പം ഈ ഗ്രന്ഥികളെല്ലാം അടിച്ച് തെറിപ്പിച്ചുകൊണ്ടായിരിക്കും കുണ്ടലിനി മേളിലോട്ട് പോകുന്നത്. അതുതന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. മൂലാധാരാംബുജാരൂഢ മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിവേദിക്കും എന്ന് വെച്ചാൽ അടിച്ചു നോർക്കും. മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിവേദിനി, ആജ്ഞാ ചക്രാളരാലന്തസ്ഥ രുദ്രഗ്രന്ഥി വിവേദിനി. ഇങ്ങനെ ആ കുണ്ടലിനി ശക്തിയാണ്
മേളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വഴിയിലുള്ള ഈ എന്തെങ്കിലുമൊക്കെ അബ്സ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഈ തടസ്സങ്ങളുണ്ടെങ്കിൽ അടിച്ച് തെറിപ്പിച്ചിട്ടായിരിക്കും മേളിൽ കയറി പോകുന്നത്. അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഈ 3 ഗ്രന്ഥികളെയും പിയേഴ്സ്ഡ് എന്ന് വെച്ചാൽ തുളച്ച് കയറും. കുണ്ടലിനി ശക്തി മേളിൽ പോകുമ്പം ഈ നോട്ട്സ് ഇതിനെയൊക്കെ തുളച്ച് മേളിൽ കയറി പോകും എന്ന് പറയുന്നത്. അങ്ങനെ സഹസ്രാരായിൽ പോയിട്ട് താഴെ വരും, മേളിൽ പോയിട്ട് താഴെ വരും, മേളിൽ പോയിട്ട് താഴെ വരും, അങ്ങനെ. അപ്പം ഇതുകൊണ്ട് ഒരുപാട് നന്മകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം തന്നെത്താനെ പഠിക്കാതെ ശിരസാസന ചെയ്യുന്നു. ശിരസാസന എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇദ്ദേഹം തന്നെത്താനെ ഇദ്ദേഹത്തിൻ്റെ ദേഹം ശിരസാസന ചെയ്യുന്നു. അങ്ങനെ പല ആസനങ്ങളും ഇദ്ദേഹത്തിന് അറിയാതെ തന്നെത്താനെ ദേഹത്ത് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം വജ്രോളി മുദ്ര എന്നൊരു മുദ്രയുണ്ട്. അപ്പം ഈ വജ്രോളി മുദ്ര ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ തന്നെത്താനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സ്പോണ്ടേനിയസ് യോഗിക് മൂവ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് തരുന്നത്. ഇതൊന്ന് ശരിക്കും നല്ല വലിയ ചാപ്റ്ററാണ്. ഇതിനെ തന്നെ ഒരു 4 വീഡിയോസായിട്ട് ഇടേണ്ടി വരും. എന്നുവെച്ചാൽ അതാ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ ഉണ്ട്, തെറ്റില്ല. നമുക്ക് കുറേശ്ശെ പഠിക്കാം. ഇതൊക്കെ നേരത്തെ ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുള്ളവർക്ക് ഉടനെ ഗൂഗിളിൽ പോവുക, സെർച്ച് ചെയ്യുക, നാളെ തൊട്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്യാം, ഞാൻ എങ്ങായിട്ടിരിക്കും, പ്രായമാകുന്നത് അറിയത്തില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ നോക്കരുത്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് അറിവിനാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഗുരുവിനെ തേടി കണ്ടുപിടിച്ച് പഠിച്ച് വേണം എടുക്കാൻ. അങ്ങനെ ആർക്കെങ്കിലും ഈ ക്രിയായോഗമൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻസിലൂടെ ഇടുക. ഞാനതിന് നല്ല ഒരു ഗുരുവിനെ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന ലെവലിനായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ. അപ്പം ഞാനൊക്കെ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം, പിന്നെ ആ ലെവലിനൊക്കെ എത്തത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഗുരുവിനെ ഞാൻ കാണിച്ചു തരാം. മലയാളിയാണ്, അദ്ദേഹം നാഗർകോയിലാണ് ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വേണമെങ്കിൽ പോയി പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പഠിക്കണം, ചെയ്യണം, മുക്തി കിട്ടണം, മുക്തി നേടണം എന്ന ഒരു തോന്നൽ, ഒരു ഉറച്ച തോന്നലല്ല, ഒരു ഉറച്ച തീർമാനം എടുത്താൽ പിന്നെ ആ പാതയിൽ കൂടെ അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. ദൈവം വഴി കാണിക്കും. ദൈവം ഗുരുവിനെ കൊണ്ടുതരും, നമ്മുടെ കുണ്ടലിനി ശക്തിയെ ആക്ടിവേറ്റ് ചെയ്യും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കും. അതായത് എല്ലാം നല്ലതും സംഭവിക്കും. അപ്പം ഇത് മതി. ഇനിയും കുറേ മുദ്രാസിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് അടുത്ത പ്രാവശ്യം ആവട്ടെ. എന്നുവെച്ചാൽ ഓടിച്ചു വിട്ട് പോയാൽ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് കാണത്തില്ല. അതുകൊണ്ടാണ്. അപ്പം ഇനി കുറച്ചും കൂടെ ഈ മുദ്രാസ് മാത്രം പറഞ്ഞേക്കാം. കേശരി മുദ്ര എന്ന് പറയുന്നത് വാസിയോഗത്തിൽ വലിയ ഒരു ഘടകമാണ്. അപ്പം കേശരി മുദ്ര, കാക്കമുദ്ര, അല്ലെങ്കിൽ ശീതളി മുദ്ര, ശാംഭവി മുദ്ര അറിയാമല്ലോ. മഹാവതാർ ബാബാജിയുടെ പടം കണ്ടാലേ അറിയാം. കണ്ണ് രണ്ടും ഇവിടെ മേളി പോയിരിക്കും. ഈ 2 കണ്ണും മേളി ഇരിക്കുമ്പോഴാണ് ഈ ആജ്ഞാചക്രത്തിനെ കാണുന്നത്. അതാണ് ശാംഭവി മുദ്ര. അപ്പോൾ ഈ ശാംഭവി മുദ്രയൊക്കെ ഇടുമ്പോഴേ ആത്മചൈതന്യം, ഇറ്റ് അറ്റൈൻസ് ദ സ്റ്റേജ് ഓഫ് ആത്മചൈതന്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ആജ്ഞാചക്രയ്ക്ക് നേരെ ഉള്ളിൽ നമ്മുടെ തലച്ചോറിനകത്ത് നടുക്കിരിക്കുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. ഈ അകത്തുള്ള പീനിയൽ ഗ്ലാൻഡിൻ്റെ വെളിഭാഗമാണ് ഈ ആജ്ഞാചക്ര. അപ്പം ഈ പീനിയൽ ഗ്ലാൻഡിലാണ് നമ്മുടെ ആത്മാ ഇരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നു ആൾക്കാർ. ഓക്കെ. അപ്പം അതാണ് ആത്മചൈതന്യം. അതായത് നമുക്ക് ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആയാൽ തന്നെത്താനെ നമുക്ക് നമ്മളുടെ ആത്മാവിനെ കാണാൻ പറ്റും. ഉൾമുഖമായിട്ട് തിരിഞ്ഞ് നമ്മുടെ അഹക്കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ.
അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് എന്തുവാ, മൈ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ ലയൺ ഹാഡ് ബിക്കം സ്ട്രോങ്ങർ സ്റ്റിൽ. എങ്ങനെ ഈ സിംഹം പോലെ ഗർജിക്കുന്നത് പിന്നെയും കൂടുന്നുണ്ട്. അവിടെ കെട്ടിയിരിക്കുന്ന പശുക്കളൊക്കെ ഓടുന്നുണ്ട്. എന്തുവാ, ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തിന് മനസ്സിൽ ഒരു ആശങ്കയില്ല. എന്നുവെച്ചാൽ നേർവഴി കൂടാണ് അദ്ദേഹം പോകുന്നതെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് 3 നേരം ഇതെല്ലാം മഹാദേവി കുണ്ടലിനി നടത്തുന്ന ലീലകളാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇദ്ദേഹത്തിന് യാതൊരു മനക്കുഴപ്പവും ഇല്ല. ഇപ്പം 3 നേരം ധ്യാനം ചെയ്യും. രാവിലെ 3 മണിക്ക്, പിന്നെ ഉച്ചയ്ക്ക് 11 മണിക്ക്, പിന്നെ വൈകുന്നേരം 7 തൊട്ട് 9 വരെ. ഇങ്ങനെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ചിലപ്പം പഴയ ക്രിയാസൊന്നും വിട്ടിട്ടില്ല. അതായത് ഈ പാമ്പ് പോലെ എഴയുന്നത്, ഈ പിന്നെ മാക്രി പോലെ ചാടുന്നത്, ഈ പുലി പോലെ സിംഹം പോലെ ഗർജിക്കുന്നത്, ഇതെല്ലാം നടക്കുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് കുണ്ടലിനി ശക്തിയുടെ ഓരോ ലീലകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ കാമായിട്ടിരുന്ന് കണ്ട് രസിക്കും. ഒരു വിറ്റ്നസ് മോഡിലായിപ്പോയി ഇല്ല. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നടക്കുന്നു, മനസ്സിന് ഉള്ളിൽ നടക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അങ്ങേര് ഡിസ്റ്റർബ്ഡ് അല്ല. മറിച്ച് വളരെ കാമായിട്ടിരുന്ന് ഇതെല്ലാമാണ് കുണ്ടലിനി അമ്മയുടെ കളി, ലീലാവിനോദങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കും. പിന്നെ I also saw red aura during these meditations and more often the oval white light. ഈ ചുമന്ന ഓറായ്ക്കൊപ്പം ഈ ഓവൽ ഷേപ്പിലുള്ള വെള്ള ലൈറ്റും കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മെഡിറ്റേഷനിൽ ഉറങ്ങുന്നു. ആ വെള്ള ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് കാണാൻ, വളരെ കുളിർമയായിട്ടുള്ള ലൈറ്റാണ്. അത് നല്ല സ്റ്റഡിയായിട്ട് വരാൻ തുടങ്ങി. അതുമാത്രമല്ല, നല്ല സുഖമായിട്ടുള്ള ഒരു ഉറക്കം ഈ മെഡിറ്റേഷൻ ധ്യാനത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അപ്പം എൻ്റെ മൈ ഡിയർ ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരു ഭഗവാൻ നിത്യാനന്ദ, മദർ കുണ്ടലിനി ശക്തി ഇവർ 2 പേരും കൂടെയാണ് അങ്ങനെ ഇദ്ദേഹത്തിനെ ഈ ആത്മീയതയിൽ കൂടെ മെഡിറ്റേഷനിൽ കൂടെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസം കൊണ്ട് തന്നെ ഇദ്ദേഹം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, സോ ഇത് മതി, ഇത്രയും മതി. ഇതൊക്കെ ഇനി വേണമെങ്കിൽ കേട്ട് ഈ മുദ്രാസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കുക, മനസ്സിലാക്കുക. പക്ഷേ ഒന്നും സ്വയം ചെയ്യാണ്ട. ഇതിൽ ഇനിയൊരു അഡ്വാൻറ്റേജ് എന്തുവാന്ന് വെച്ചാൽ, ഇപ്പം ഇദ്ദേഹം ഇത്രയൊക്കെ പറയുന്നില്ലയോ, ഇപ്പം ഈ മൂലബന്ധം, ഉദ്യാനബന്ധം, ജലേന്ദ്രബന്ധം, ഇതൊക്കെ ഞാൻ എന്നും ഈ ക്രിയായോഗ ചെയ്യുമ്പം ചെയ്യുന്നതാണ്. അപ്പം ഈ മഹാമുദ്ര ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞ് കേൾക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്, നമ്മളും പോകുന്ന പാത നല്ലതാണ്, ശരിയാണ് എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ സഹായിക്കുന്നു. പൊതുവേ ഈ ഇങ്ങനെയൊക്കെ ബുക്ക് വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ അതിനാണ് നമുക്കൊരു അറിവ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.